നവീകരണങ്ങളും വിവാദങ്ങളും. കൂടുതൽ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറൂഖ് ഖാന്റെ മുംബൈയിലെ പ്രശസ്തമായ വസതിയായ മന്നത്ത് പുതുക്കി പണിയുന്നത് വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നവീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. സൂചനകൾ ഇങ്ങനെയാണ്. തീരദേശ പരിപാലന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ലംഘിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ താരത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചത് എന്നാണ് വിവരം ലഭിക്കുന്നത്. സംഭവ വികാസങ്ങൾക്ക് കാരണം എന്താണെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് വിവാദം? മുംബൈയിലെ ബാന്ദ്ര കടൽ തീരത്തുള്ള മന്നത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തീരദേശ പരിപാലന നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച് വിവരാവകാശ പ്രവർത്തകനായ സന്തോഷ് ദൗർക്കർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന് പരാതി നൽകുകയാണ് ഉണ്ടായത്. തീരദേശ മേഖലയിലെ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചാണ് നിർമ്മാണം നടത്തിയത് എന്നാണ് പ്രധാന ആരോപണമായി വരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ BMC ഉദ്യോഗസ്ഥൻ മന്നത്തിൽ നേരിട്ട് പരിശോധന നടത്തുകയാണ് ചെയ്തത്. തീരദേശ പരിപാലന നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ അത് ഉറപ്പുവരുത്തുകയും എന്നായിരുന്നു പരിശോധനയുടെ പ്രധാന ലക്ഷ്യമായി കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും BMC ഉദ്യോഗസ്ഥരും കെട്ടിട നിർമ്മാണ പദ്ധതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഈ പരിശോധനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഷാറൂഖ് ഖാന്റെ പരിശോധനയിൽ സഹകരിച്ച ഷാറൂഖ് ഖാന്റെ പ്രതിനിധികൾ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ അനുമതി രേഖകളും ഹാജരാക്കണമെന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട്. പരിശോധനയുമായി ബന്ധപ്പെട്ട് ഷാറൂഖ് ഖാന്റെ മാനേജർ പൂജ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. നിർമ്മാണത്തിനെതിരെ യാതൊരുതര പരാതിയുമില്ല. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മന്നത്തിലെ പരിശോധന നടത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ലഭിച്ചിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഉടൻ സമർപ്പിക്കുമെന്നും അവർ അറിയിച്ചു. അനുമതി ലഭിച്ച രേഖകളെല്ലാം ഹാജരാക്കാമെന്നാണ് ഷാറൂഖ് ഖാന്റെ സ്റ്റാഫ് അറിയിച്ചതായും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ പരിശോധനാ റിപ്പോർട്ടും തുടർ നടപടികളും. അതായത് ജൂൺ 21 രാവിലെ 11 മണിക്ക് മുൻപ് പരിശോധനാ റിപ്പോർട്ട് പരാതിക്കാരന് സമർപ്പിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അംഗീകൃത പ്ലാനുകളിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ അനധികൃതമായ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്ന ഒന്നാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. മന്നത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഈ വർഷം മെയ് മാസത്തിലാണ് ആരംഭിച്ചത്. പ്രധാന ബംഗ്ലാവിന് അടുത്തുള്ള കെട്ടിടത്തിലേക്ക് 2 നിലകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതാണ് നിയമലംഘന ആരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഷാറൂഖ് ഖാനും കുടുംബവും താൽക്കാലികമായി ബാന്ദ്രയിലെ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. വില്ല വേന എന്ന ചരിത്രവും പൈതൃകവും നിയമങ്ങളും. അതായത് മന്നത്തിന്റെ പഴയ പേരാണ് വില്ല വേന എന്നായിരുന്നു. ഇത് ഗ്രേഡ് 3 പൈതൃക സ്വത്ത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു കെട്ടിടമാണ്. ഒരു കെട്ടിടത്തിന്റെ പൈതൃകം സ്വത്ത് വിഭാഗത്തിൽ ഉൾപ്പെടുമ്പോൾ അതിന്റെ വാസ്തുവിദ്യകളുടെയും ചരിത്രപരമായ മൂല്യങ്ങളുടെയും സംഭാഷണം ഉറപ്പാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമേ വരുത്താൻ പാടുള്ളൂ എന്നാണ് നിയമം. ഈ നിയമങ്ങളെല്ലാം പാലിച്ചാണ് പുതിയ നിർമ്മാണം നടത്തുന്നത് എന്നും പരിശോധനയിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മുൻ IPS ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. മുൻ IPS ഉദ്യോഗസ്ഥനും അഭിഭാഷകനുമായ YP സിംഗ് മന്നത്തിന്റെ നിർമ്മാണ ചരിത്രത്തെക്കുറിച്ച് ചില ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. പൈതൃക കെട്ടിടത്തിലൂടെ നിയമങ്ങൾ അനുസരിച്ച് മന്നത്തിന്റെ ലേ ഔട്ടിൽ പ്രധാന കെട്ടിടം വില്ല വിയന്ന ആണ്. പിന്നീട് അതിന്റെ പേര് മാറ്റുകയായിരുന്നു. 2005-ൽ 7 നിലയിലുള്ള ഒരു കെട്ടിടം മന്നത്തിനോട് ചേർന്ന് പണിയുകയും ചെയ്തു. അക്കാലത്ത് ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ വേണ്ടി ഷാറൂഖ് ഖാനും ഗൗരി ഖാനും 12 ചെറിയ ഫ്ളാറ്റുകൾക്ക് അനുമതി വാങ്ങി. പിന്നീട് ഈ 12 ഫ്ളാറ്റുകളെയും കൂട്ടിച്ചേർത്ത് ഒരു വലിയ ഫ്ളാറ്റാക്കി മാറ്റുകയായിരുന്നു. YP സിംഗ് ഇത് കൂട്ടിച്ചേർക്കുകയാണ്. മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഇത് നടക്കില്ലല്ലോ. ഭൂപരിഷ്കരണ നിയമം ഇപ്പോൾ നിലവിലില്ലെന്നും ആ നിയമം നിലവിലുണ്ടായിരുന്ന സമയത്ത് എടുത്ത തീരുമാനങ്ങൾ ഇപ്പോഴും പരിഗണിക്കാവുന്നതുമാണ്. അതിനാൽ മന്നത്തിന്റെ ഉടമസ്ഥത ഉടൻ തന്നെ ഈ 12 ചെറിയ ഫ്ളാറ്റുകളാക്കി മാറ്റണം. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകവുമാണ്. ഈ ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ഇത് നിലവിലെ നവീകരണ പ്രവർത്തനങ്ങളെ മാത്രമല്ല മന്നത്തിന്റെ മുൻകാല നിർമ്മാണങ്ങളെയും നിയമപരമായി ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.
മന്നത്ത് കേസ് ഇപ്പോൾ നിയമപരമായ നടപടികളുടെയും അതുപോലെ തന്നെ അന്വേഷണങ്ങളുടെയും ഘട്ടത്തിലാണ്. പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഷാറൂഖ് ഖാന് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുമുണ്ട്.